സെലക്റ്റീവായിട്ടുള്ള പരാമർശങ്ങൾ, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാം കേരളത്തിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങ് സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയെ അസഭ്യം പറയുന്നു. ചില പ്രകടനങ്ങൾ പോലും പ്രധാനമന്ത്രിക്ക് എതിരെ നടന്നിട്ടുണ്ട് ഇവിടെ. ചില പാർക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 പ്രതിരൂപം സൃഷ്ടിച്ചിട്ട് അതിനെ മർദ്ദിക്കുന്ന ചിത്രങ്ങൾ പോലും, ദൃശ്യങ്ങൾ പോലും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒരു രാഷ്ട്രീയം നോക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്ന രീതി കേരളത്തിൽ പെരുകുന്നു എന്നാണോ അങ്ങയുടെ അഭിപ്രായം? ഇപ്പോഴും അത് നിലനിൽക്കുകയാണോ? ഇപ്പോഴത് നിലനിൽക്കുകയാണ്, ഇപ്പോഴും നിലനിൽക്കുകയാണ്. നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞതിൻ്റെ അത്രയൊന്നും ഒരു മനുഷ്യനെയും ആരും ചീത്ത പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെയും പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരാളികൾ മറ്റവരെ അതിജീവിതയെ പറയുന്ന അത് നരേന്ദ്രമോദിയുടെയുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരമാണ് ഇതെല്ലാം. ആദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് സത്യസന്ധമായിട്ട് സമ്മതിക്കണം. ഈ ചീത്ത വിളിക്ക് ആർപ്പ് വിളിച്ചത് അവരായിരുന്നു. ഈ ചീത്ത വിളിയെല്ലാം ആഘോഷിച്ചത് അവരായിരുന്നു. ഈ ബാനറുകളും പോസ്റ്ററുകളും ഇത്തരം എഴുത്തും ഇത്തരം ഫേസ്ബുക്കിലെ കോപ്രായങ്ങളും എല്ലാം ആഘോഷിച്ചത് മെയിൻ സ്ട്രീം മീഡിയയാണ്. ഇപ്പോൾ അവർക്ക് നേരെ ആ സാധനം തിരിഞ്ഞു. അവർക്ക് നേരെയല്ല, അവർക്ക് താല്പര്യമുള്ളവരുടെ നേരെ തിരിഞ്ഞു. അപ്പോൾ അവർ നിലവിളിക്കുന്നു. അത് ശരിയല്ല എന്നാണ് എൻ്റെ പോയിന്റ്. അവരാദ്യം പറയട്ടെ, ഞങ്ങൾക്ക് ഈ തെറ്റ് പറ്റി, ഞങ്ങൾ നേരത്തെ ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പറ്റിയത് പറ്റി, ഇനിയെങ്കിലും ഇത് വരാതെ നോക്കാം എന്ന് പറയുക. എങ്കിൽ മാത്രമേ ഇതിനും പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരാൾ മാത്രം അയാളെ എന്തും ചെയ്യാം, ആർക്കും എന്തും പറയാം, മറ്റുള്ളവരെ പറ്റി ഒന്നും മിണ്ടിപ്പോകരുത് എന്നുള്ള ഇക്വേഷൻ സമൂഹത്തിൽ നിലനിൽക്കില്ല. അത് ചോദ്യം ചെയ്യപ്പെടും.